ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രഭാഷകന്റെ പുസ്തകം 21 അധ്യായം 2 വാക്യം വചനം നമ്മോട് പറയുന്നു, സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും, അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്, അത് ജീവൻ അപഹരിക്കും. ദൈവത്തിൻ്റെ വചനം പറയാണ്, പാപത്തിൽ നിന്ന് സർപ്പത്തെ കണ്ട, പാമ്പിനെ കണ്ട എപ്രകാരം നമ്മൾ ഓടി മാറുമോ, അകലം പാലിക്കുമോ, അതുപോലെ അകലം പാലിച്ച് നിൽക്കാൻ, മാറി നിൽക്കാൻ ആവശ്യപ്പെടുവാണ്. കാരണം കൗതുകത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ അടുത്ത് ചെന്ന, പാപം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ പാപത്തിൻ്റെ സാഹചര്യത്തിന് അടുത്തേക്ക് വരുവാണെങ്കിൽ വചനം പറയുകയാണ്, അത് കടിക്കും, അത് ജീവൻ അപഹരിക്കും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒഴിഞ്ഞു നിൽക്കണം. പാപം ചെയ്യാണ്ടിരുന്നാൽ മാത്രം പോരാ, ആ സാഹചര്യത്തിൽ നിന്ന്, അതിൻ്റെ അടുത്തുനിന്ന് അകന്നു മാറി നിൽക്കണം. അതാണ് വചനം ആവശ്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, ചില പാപങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണമെങ്കിൽ ആ പാപത്തിൻ്റെ സാഹചര്യം ഉപേക്ഷിക്കണം. ഉദാഹരണത്തിന്, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ തെന്നലുണ്ട് എങ്കിൽ ആ വഴി മാറി നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരം. തെന്നലുള്ള, വഴുതി വീഴാൻ സാധ്യതയുള്ള വഴിയിൽ കൂടെ നമ്മൾ നടക്കുന്നത് വീഴ്ച ഉണ്ടാകാനുള്ള സാഹചര്യം കൂട്ടും, സാധ്യത കൂട്ടും. അപ്പോൾ അതുകൊണ്ട് വഴി മാറി നടന്നിട്ടുണ്ടെങ്കിൽ വീഴ്ച ഒഴിവാക്കാം. പാപം ഒഴിവാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം പറയാം, പാപത്തിൽ നിന്ന് പരമാവധി മാറി നിൽക്കണം, ഓടി അകന്ന് നിൽക്കണം. എന്നാൽ പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷയിടാൻ പറ്റും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ പാപ സാഹചര്യങ്ങളെ തന്നെ ഒഴിവാക്കാൻ, അതിൽ നിന്ന് മാറി നിൽക്കാൻ ഈശോ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമുക്കതിനായിട്ട് പരിശ്രമിക്കുകയും അങ്ങനെ വിജയം പ്രാപിക്കുകയും ചെയ്യും.